പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം താഴത്തങ്ങാടിയിലാണ്. അപ്പോൾ ഞാൻ കൊമരം വരെ പോയപ്പോഴത്തെ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ഈ മീനച്ചിലാറ് വഴി ഒഴുകി വരുന്ന കുറേ സാധനങ്ങൾ ഞാൻ കുറച്ചു നേരം നോക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോഴും കണ്ട് ടണ്ണ് കണക്കിന് മാലിന്യമാണ് നമ്മുടെയൊക്കെ നാട്ടുകളിൽ നിന്ന് പറഞ്ഞാൽ പാല അങ്ങോട്ടുള്ള പുതുപ്പള്ളി അടക്കം നമ്മുടെ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ സാധനം നമ്മൾ മാലിന്യം തോട്ടിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ആ തോട്ടിലേക്ക് വന്ന് അടിയുന്ന സാധനം മുഴുവൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇത് പോയി ഞാനിപ്പം കൊമരകത്തു നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ചെങ്ങളത്തൊക്കെ പല സ്ഥലങ്ങളിലും ചെറിയ തോടിൻ്റെ സൈഡിലൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ അങ്ങ് അടിഞ്ഞ് വല്ലാതായി കിടക്കുകയാണ്. ആ കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാം. നിങ്ങളൊന്ന് നോക്കിയാൽ ഈ മാലിന്യം നമ്മളെന്തുമാത്രം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പുഴകളെയും തോടുകളെ ആറുകളെ എല്ലാം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ടണ്ണ് കണക്കിന് ഇത് ഒഴുകി വരുന്നത് നോക്കിയേ. ഇത് മുഴുവൻ പ്ലാസ്റ്റിക്കുമാണ് ഒഴുകി വരുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് കൂടുതലുള്ളത്. അതുപോലെ ഒരുപാട് നമുക്കവിടെ നോക്കിക്കാണാം പ്ലാസ്റ്റിക് കെട്ടുകൾ ചാക്കിൻ്റെ അകത്ത് കെട്ടി മാലിന്യങ്ങളെ ഇതെല്ലാം ഇങ്ങനെ വെളുപ്പിനെ തൊട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തങ്ങാടി ഭാഗത്താണ് ഇത്. കൂടുതൽ നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോഴത്തേന് എല്ലാവർക്കും കാണാം ഇതിൻ്റെ മുകളിൽ രാവിലെ നല്ലപോലെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഞാൻ വന്ന സമയത്ത് അധികം കുറവെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ടണ്ണ് കണക്കിന് മാലിന്യങ്ങളുണ്ട് നമ്മുടെ ഈ തോടുകളിലും ആറുകളിലുമൊക്കെ. ഇത് ഈ വെള്ളം പൊങ്ങുന്ന സമയത്താണ് പലയിടത്തു നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതലും മാലിന്യം നിക്ഷേപിക്കുന്നത് മുഴുവൻ തോടുകളിലാണ്. മിക്കവരും നമ്മൾ കാണാം ഹോട്ടലിലെ മാലിന്യമാണേലും വീടുകളിലെ മാലിന്യമാണേലും എല്ലാം നിക്ഷേപിക്കുന്ന സ്ഥലം തോടാണ്. അപ്പം നമ്മളെല്ലാവരും ഒരാളെ തന്നെ കുറ്റപ്പെടുന്നില്ല, നമ്മളെല്ലാവരും ഈ ഇതിനെല്ലാം കാരണക്കാരാണ്. ഞാൻ പറയുമായിരുന്നു ഞങ്ങളുടെ നാട്, ഞാൻ പുതുപ്പള്ളിക്കാരനാണ്. അന്ന് പറഞ്ഞ പോലെയുള്ള ഞങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ തോട്ടിലോട്ട് നിക്ഷേപിക്കുന്നതാണ് ഇങ്ങോട്ട് വന്ന് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ. ഞാനിപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ 1 മണിക്കൂറോളം ഞാനിത് നോക്കി നിന്നു. ഇത് കണ്ടോ അതുപോലെ ഒഴുകി വരിക. പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. അതെ 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 അതെ. ഇന്നാളിതുപോലെ ഇവിടെ വന്ന് കുറച്ചെങ്ങാണ്ട് ബ്ലോക്ക് ആയാണ്ട് നിന്ന് ഭയങ്കരമായിട്ട് എല്ലാ വെള്ളത്തിനും ഇതൊക്കെ തന്നെയാണ്. ആണല്ലേ? ആണല്ലേ? ഞാൻ കണ്ട് ആ ഭാഗത്ത് കിടക്കുന്ന കണ്ട് എത്ര ഭാഗത്ത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാനും ഇതുപോലെ തന്നെ നമ്മളും നിങ്ങളും എല്ലാം ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഈ താഴ്ന്നുള്ള സ്ഥലങ്ങൾ. ഞാനിന്ന് ഈ കാഴ്ച കണ്ടപ്പോഴത്തേന് അതുപോലെ ഇങ്ങനെ വെള്ളം കൂടുതലാണ്. ആ സമയത്ത് ഇതുപോലെ കണ്ടമാന ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വന്ന് അടിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇതിൻ്റെയൊക്കെ നമ്മൾ എന്താ മറുപടി പറയുക? ഓരോ വർഷവും ഇതുപോലെ ടണ്ണ് കണക്കിന് മാലിന്യങ്ങളാണ് തോടുകളിലൂടെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിൽ അതുപോലെ റോഡ് സൈഡിലുള്ള മാലിന്യം വേറെ കിടക്കുന്നു. അതുപോലെ ഇങ്ങനെ മാലിന്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ഈ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയൊക്കെ വരുമ്പോഴത്തേന് അവർക്കൊന്നും ഇവിടെയൊന്നും തോട്ടിലും ഇപ്പം പല തോടുകളും എല്ലാം ഇതുപോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാലിന്യം കാരണം. ഉണ്ട്, നമുക്കറിയാം തോടിൻ്റെ സൈഡുകളിൽ എവിടെ നോക്കിയാൽ ഇതുപോലെ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞു ഇവിടെ രാവിലെ മൊത്തം അഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇവരിവിടെ നിന്ന് ഇത് കുത്തിവിടും. ഇങ്ങനെ നമ്മളൊക്കെ ആണെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ കുത്തിവിട്ട് പോകുമ്പോഴത്തേനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അത് അവിടെ ഒരു വലിയ ദോഷമായിട്ട് അത് മാറുകയാണ്. അത് നമ്മളാരും കാണുന്നുമില്ല, ഒന്നുമില്ല. അവിടെയുള്ളവരാണ് ശരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവരുടെ വീടുകളിൽ വെള്ളം കയറുന്നവരുണ്ട്. വീടിനകത്തോട്ട് ഈ മാലിന്യങ്ങൾ വന്ന് കയറുന്നുണ്ട്. പാമ്പൊക്കെ ഇഷ്ടംപോലെ പാമ്പുകളൊക്കെ ഉണ്ട്. അതിനൊക്കെയാണെങ്കിലും വീടുകളിലോട്ട് ധാരാളം വന്ന് കയറുന്നത് പല സ്ഥലങ്ങളിൽ. ഞാൻ ഈ ഇപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മിക്ക വീടുകളിലെയും മുറ്റത്ത് വെള്ളം കയറാൻ തുടങ്ങി. അവരുടെയൊക്കെ മുറ്റത്തോട്ട് ഇങ്ങനെ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് മാലിന്യങ്ങൾ. അപ്പം നമ്മളിവിടെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിലേക്ക് ആറ്റിലേക്ക് അഴിയുന്ന സാധനങ്ങൾ ഇതെല്ലാം വേറൊരു സ്ഥലത്തേക്ക് ഇത് വരികയാണ്. ഇങ്ങനെ ആറിൻ്റെ മുകളിൽക്കൂടെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. ഇതിപ്പം എന്താണ്ട് ഇപ്പം ഈ വന്ന് ഇത് കണ്ടോ നമ്മുടെ ചെങ്ങളം ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ്. ഇത് കണ്ടോ ഇവിടെ ഒരു SNDP ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് വശത്തൊരു ഉണ്ടോ ഇവിടെ മൊത്തം വന്ന് ഇവിടെ അടിഞ്ഞിരിക്കുക. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഇതൊരു പള്ളിയുടെ കുരിശൻ തൊട്ടിയാണ്. ഇവിടെ വന്ന് ഇത് കുറേ അടിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഇത് കുത്തിവിടും. അടുത്ത സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് കഴിവതും ദയവ് ചെയ്ത് ആരും മാലിന്യങ്ങളൊന്നും തോടുകളിലൊന്നും നിക്ഷേപിക്കാതെ തോടിനെ ആറിനെയൊക്കെ സംരക്ഷിക്കുക.
വരും തലമുറയ്ക്ക് വേണ്ടി നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ.